നമസ്കാരം. വില്യം ഷേക്സ്പിയറിൻ്റെ പ്രശസ്ത കൃതിയായ കിങ് ലിയർ ലോക ക്ലാസിക്കുകളിൽ മുൻനിരയിൽ നിൽക്കുന്നു. ആ നാടകത്തിൻ്റെ കഥ ലളിതമായ ഭാഷയിൽ ഒന്ന് രസകരമായി കേട്ടാലോ? അധ്യായം 1. ആരാകും ഇനി രാജാവ്? ബ്രിട്ടനിലെ രാജാവായിരുന്ന ലിയറിന് വയസ്സ് 80. അദ്ദേഹത്തിന് വയ്യ. ശരീരത്തിനും മനസ്സിനും വല്ലാത്ത ക്ഷീണം. രാജ്യഭരണം ആരെങ്കിലും ഏൽപ്പിച്ച് ഇനിയുള്ള കാലം വിശ്രമിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. ആൺമക്കളില്ലാത്ത ലിയർ രാജാവ് ആരെയാണിനി രാജാവാക്കുക? അദ്ദേഹത്തിന് 3 പെൺമക്കളാണുള്ളത്. മൂത്ത മകൾ ഗോണറിൽ. അവളെ വിവാഹം ചെയ്തത് ആൽബനി പ്രഭുവാണ്. രണ്ടാമത്തെ മകൾ റീഗൺ. അവളുടെ ഭർത്താവ് കോൺവാൾ പ്രഭു. ഇളയ മകൾ കൊർഡീലിയയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അവൾ നല്ലവളാണ്. കൊർഡീലിയയാണ് മൂത്ത 2 പേരെക്കാളും രാജാവിനിഷ്ടം. ഇത്തരമൊരു പരിതസ്ഥിതിയിൽ ലിയർ രാജാവ് ഭരണം ആരെയാണ് ഏൽപ്പിക്കുക? ആ ഒരു പ്രശ്നം ബ്രിട്ടനിൽ എല്ലാവരുടെയും ചർച്ചാ വിഷയമായി. ജനങ്ങളിൽ ചിലർ പറഞ്ഞു ആൽബനി പ്രഭുവിനെയാണ് രാജാവിന് ഏറെ താൽപ്പര്യമെന്ന്. മറ്റു പലർക്കും ഇനിയത്തെ രാജാവ് കോൺവാൾ പ്രഭുവാണെന്നതിൽ സംശയമേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ലിയർ രാജാവ് തീരുമാനിച്ചത് ഇതൊന്നുമല്ല. രാജ്യം മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. വൈകാതെ ആ തീരുമാനം അദ്ദേഹം നടപ്പിലാക്കി. എങ്ങനെയാണ് അദ്ദേഹം രാജ്യം പങ്കുവച്ചതെന്നോ? അതൊരു പുതിയ മട്ടിലായിരുന്നു. ആരും ചെയ്യാത്തൊരു പ്രത്യേക രീതി. അധ്യായം 2. രാജ്യം പങ്കുവയ്ക്കൽ. ഇന്ന് ഞാൻ രാജ്യം പങ്കിടാൻ പോകുകയാണ്, ഒരു ദിവസം രാജാവ് പറഞ്ഞു. ലിയർ രാജാവിൻ്റെ വാക്കുകൾ അരമനയിൽ എല്ലാവരും ആദരവോടും ആകാംക്ഷയോടും കൂടി ശ്രദ്ധിച്ചു. അദ്ദേഹം തുടർന്നു. ഇനി ഞാൻ രാജാവെന്ന സ്ഥാനപ്പേര് മാത്രം സ്വന്തമാക്കി വയ്ക്കും. രാജ്യഭരണമെല്ലാം പുതിയ തലമുറയ്ക്ക് കൈമാറാൻ നിശ്ചയിച്ചിരിക്കുന്നു. എൻ്റെ 3 പെൺമക്കൾക്കും രാജ്യം ഞാൻ ഭാഗം ചെയ്ത് നൽകാൻ പോകുകയാണ്. ഇപ്രകാരം പറഞ്ഞ് രാജാവ് മൂത്ത മകൾ ഗോണറിലിനെ വിളിച്ച് ചോദിച്ചു, മകളെ, നീ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്? അദ്ദേഹം തുടർന്നു. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാണ് ഞാൻ അധികം സ്വത്ത് നൽകുക. സൂത്രക്കാരിയാണ് ഗോണറിൽ. അവൾക്ക് രാജാവിൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലായി. കുറേ മുഖസ്തുതി കേൾക്കണം, അതുമാത്രമേ രാജാവിന് വേണ്ടൂ. കുറച്ച് ഭംഗിവാക്ക് പറഞ്ഞാൽ രാജാവിൻ്റെ സ്വത്ത് അധികം കൈവശമാക്കാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഗോണറിൽ കൊഞ്ചിക്കുഴഞ്ഞ് രാജാവിനോട് പറഞ്ഞു, തിരുമേനി, അങ്ങയോടുള്ള എൻ്റെ സ്നേഹം എത്രയെന്നോ? ഞാൻ അങ്ങയെ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയേക്കാൾ കൂടുതലായി സ്നേഹിക്കുന്നു. അവൾ തുടർന്നു പറഞ്ഞു, എൻ്റെ സ്വാതന്ത്ര്യത്തേക്കാൾ, പ്രാണവായുവിനേക്കാൾ കൂടുതൽ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. വീണ്ടും അതേ ശബ്ദം, എൻ്റെ ജീവനേക്കാൾ അധികം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഗോണറിലിൻ്റെ വാക്കുകൾ എത്ര ഗംഭീരം! രാജാവിന് ഇഷ്ടമായി. ആ മനസ്സ് ആനന്ദ നിർവൃതിയിലാണ്ടു. അദ്ദേഹം ഒട്ടും ശങ്കിക്കാതെ തൻ്റെ രാജ്യത്തിൻ്റെ 1/3 അവൾക്ക് നൽകി. രണ്ടാമത്തെ മകൾ റീഗണും തട്ടിവിട്ടു. ചേച്ചിയെപ്പോലെ തന്നെ രാജാവിനെ താൻ അളവറ്റ വിധം സ്നേഹിക്കുന്നുണ്ടെന്ന്. അദ്ദേഹത്തെ സ്നേഹിക്കൽ മാത്രമാണത്രേ അവളുടെ ജീവിതത്തിലെ ഏക ലക്ഷ്യവും സന്തോഷവും. അങ്ങനെ സത്യത്തിൻ്റെ നിറം പോലുമില്ലാത്ത പാഴ്വാചകമടിച്ച് രാജ്യത്തിൻ്റെ 1/3 റീഗണും സ്വന്തമാക്കി. ചേച്ചിമാരുടെ വെറും പൊള്ളയായ പഞ്ചാരവാക്കുകൾ കേട്ട് കൊർഡീലിയ അത്ഭുതപ്പെട്ടു. അവൾ ചിന്തിച്ചു, ചേച്ചിമാർ പറയുന്ന അത്രയ്ക്ക് അവർ അച്ഛനെ സ്നേഹിക്കുന്നുണ്ടോ? അവർ പറഞ്ഞതിൽ വാസ്തവം വല്ലതുമുണ്ടോ? അവരുടെ വാക്കുകൾ അർത്ഥമില്ലാത്തവയാണെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അധ്യായം 3. ഒറ്റപ്പെട്ട കൊർഡീലിയ. കൊർഡീലിയയ്ക്ക് ചേച്ചിമാരെ പോലെ മയക്കിയെടുക്കുന്ന വാക്കുകൾ പറയാൻ അറിയില്ല. സത്യത്തിൽ അവളാണ് അച്ഛനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്. പക്ഷേ ആ സ്നേഹം വെറും വാക്കുകളിലൂടെ വെളിവാക്കുന്നത് ആവശ്യമായി അവൾക്ക് തോന്നിയില്ല. അച്ഛന് എന്നെ നന്നായി അറിയാം. എൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും അദ്ദേഹത്തിന് പിടിയുണ്ട്. ഇപ്രകാരമായിരുന്നു കൊർഡീലിയയുടെ മനോഗതം. എന്നാൽ ലിയർ രാജാവ് അങ്ങനെയല്ല ചിന്തിച്ചത്. അദ്ദേഹത്തിന് കുറേ തേൻ പുരട്ടിയ പോലുള്ള വാചകങ്ങൾ കേൾക്കണം, മുഖസ്തുതി കേട്ട് സന്തോഷിക്കണം. അതാണ് വേണ്ടത്. ഏറ്റവും കൂടുതൽ തന്നെ സ്നേഹിക്കുന്നത് കൊർഡീലിയയാണെന്ന് രാജാവിന് അറിയാഞ്ഞിട്ടല്ല. എങ്കിലും അവളുടെ വായിൽ നിന്ന് അത് കേൾക്കുന്നതിലുള്ള ഇമ്പത്തിന് വേണ്ടി അദ്ദേഹം കൊതിച്ചു. എൻ്റെ ഇളയ മകളെ ലിയർ രാജാവ് കൊർഡീലിയയെ വിളിച്ചു ചോദിച്ചു, നിന്റെ സ്നേഹത്തെപ്പറ്റി നീ എന്തു പറയുന്നു? ഒന്നും പറയാനില്ല, കൊർഡീലിയ പറഞ്ഞു. എൻ്റെ ചുമതലയ്ക്കനുസരിച്ച് അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. അതിൽ കൂടുതലുമില്ല, കുറവുമില്ല. അത് കേട്ടിട്ട് രാജാവിന് ഒട്ടും തൃപ്തിയായില്ല. അദ്ദേഹം കോപത്തോടെ പറഞ്ഞു, നീ ആലോചിച്ച് ഉത്തരം പറയൂ, അല്ലെങ്കിൽ അതിൻ്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും. അത് കേട്ടിട്ടും കൊർഡീലിയയ്ക്ക് മാറ്റമുണ്ടായില്ല. അച്ചാവൾ പറഞ്ഞു, ചേച്ചിമാരുടെ സംസാര വൈഭവം എനിക്കില്ല.
അവരെപ്പോലെ മധുര സംഭാഷണം ചെയ്യാൻ എനിക്കറിയില്ല. കർത്തവ്യബോധമുള്ള ഒരു മകൾ അച്ഛനെ എങ്ങനെ സ്നേഹിക്കുമോ അപ്രകാരം ഞാൻ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ പിതാവെന്ന നിലയിൽ ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു. ചേച്ചിമാർ ലോകത്തിൽ മറ്റാരേക്കാളും കൂടുതൽ അച്ഛനെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് ശരിയെങ്കിൽ അവർ എങ്ങനെ വിവാഹം ചെയ്തു? ഇനി ഞാൻ ഒരു പുരുഷനെ വിവാഹം കഴിക്കും. അപ്പോൾ എൻ്റെ പകുതി സ്നേഹം ഞാൻ അദ്ദേഹത്തിന് നൽകും. കൊർഡീലിയ സത്യമാണ് പറഞ്ഞത്. പക്ഷേ അത് കേട്ട ലിയർ രാജാവിന് കോപമാണുണ്ടായത്. അദ്ദേഹത്തിന് യഥാർത്ഥ സ്നേഹമുള്ള ആ മകളെ മനസ്സിലാക്കാൻ അപ്പോൾ കഴിഞ്ഞില്ല. അദ്ദേഹം കൊർഡീലിയയോട് ആക്രോശിച്ചു. പോകൂ, എൻ്റെ മുൻപിൽ നിന്ന്. നിനക്ക് ഞാൻ ഒന്നും തരില്ല. നീ എൻ്റെ മകളെയല്ല, നിൻ്റെ ഒരു സത്യസന്ധത. നീ അത്ര സത്യവതിയാണെങ്കിൽ ആ സത്യം മാത്രമായിരിക്കട്ടെ നിനക്കുള്ള സ്ത്രീധനം. നീ എനിക്ക് യഥാർത്ഥ മകളല്ല. ലിയർ രാജാവ് കൊർഡീലിയയെ ആട്ടിയോടിച്ചു. രാജാവിന് സഹായികളായി പല നാടുവാഴികളും ഉണ്ടായിരുന്നു. അവരിൽ വിശ്വസ്തനായ ഒരാളാണ് കെൻറ്റ് പ്രഭു. അദ്ദേഹം വിവേകമുള്ളവനാണ്. ലിയറിൻ്റെ മൂത്ത പെൺമക്കൾ മുഖസ്തുതി പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം ബുദ്ധിമാനായ കെൻറ്റ് മനസ്സിലാക്കി. നല്ലവളായ കൊർഡീലിയ സത്യമേ പറഞ്ഞുള്ളൂ. അതിന് ലിയർ രാജാവ് അവളെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. അത് കെൻറ്റിന് സഹിച്ചില്ല. രാജാവിൻ്റെ മനസ്സ് മാറ്റാൻ കെൻറ്റ് പരിശ്രമം നടത്തി. അദ്ദേഹം രാജാവിനോട് ഉപദേശിച്ചു നോക്കി. തിരുമേനി, അങ്ങ് ചെയ്യുന്നത് അബദ്ധമാണ്. അങ്ങയുടെ ഇപ്പോഴത്തെ തീരുമാനം മാറ്റണം. കെൻറ്റ് താൻ ഇക്കാര്യത്തിൽ ഇടപെടരുത്. രാജാവ് കെൻറ്റിനെ താക്കീത് ചെയ്തു. കോപിച്ചിരിക്കുന്ന അഗ്നിസർപ്പത്തിൻ്റെ മുന്നിൽ വന്ന് ചാടരുത്. മൂത്ത പെൺമക്കൾ മുഖസ്തുതിക്കാരാണെന്നും കൊർഡീലിയയാണ് രാജാവിനെ ശരിക്കും സ്നേഹിക്കുന്നതെന്നും കെൻറ്റ് വാദിച്ചു. പിന്നെയും പക്ഷേ വിവേകം നശിച്ച രാജാവ് കോപം കൊണ്ട് ശരിക്കും ഭ്രാന്തനായി. ഭ്രാന്തൻ തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറെ പോലും ആക്രമിക്കുമല്ലോ. അതുപോലെ ലിയർ രാജാവ് തനിക്ക് സൽബുദ്ധി ഉപദേശിച്ച കെൻറ്റിന് ശിക്ഷ വിധിച്ചു. താങ്കൾ ഒരാഴ്ചയ്ക്കകം ഈ നാട്ടിൽ നിന്ന് പോകണം. പിന്നെ തന്നെ ഇവിടെ കണ്ടാൽ തൻ്റെ തല എൻ്റെ വാളിനിരയാകും. രാജാവിനെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് തീർച്ചയായതോടെ സ്നേഹസമ്പന്നനായ കെൻറ്റ് സ്ഥലം വിട്ടു. പിന്നെ അദ്ദേഹം നാട്ടിൽ നിന്നില്ല. അധ്യായം 4. ഇളയപുത്രിയുടെ കല്യാണം. കെൻറ്റ് നാടുവിട്ട് പോയപ്പോൾ ലിയർ രാജാവ് ഗോണറിലിനോടും റീഗനോടും പറഞ്ഞു, രാജാവ് എന്ന പദവിയൊഴികെ മറ്റെല്ലാ അധികാരങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു. എന്നെ സേവിക്കാൻ 100 ഭടന്മാർ മാത്രം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ രാജ്യവും സമ്പത്തുക്കളും ഞാൻ ഗോണറിലിനും റീഗണുമായി നൽകുന്നു. കൊർഡീലിയയ്ക്ക് വച്ചിരുന്ന ഓഹരിയും കൂടി നിങ്ങൾ രണ്ടാൾക്കും തരികയാണ്. അവളുടെ അഹങ്കാരം അവൾക്ക് സ്ത്രീധനമാവട്ടെ. ഇനി മുതൽ ഞാൻ ഓരോ മാസവും നിങ്ങൾ രണ്ടാളുടെ അടുത്ത് മാറി മാറി താമസിക്കുന്നതാണ്. കൊർഡീലിയയുടെ വിവാഹം കഴിഞ്ഞിരുന്നില്ലല്ലോ. അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് രണ്ടാളുകൾ ഏതാനും ദിവസങ്ങളായി ലിയറിൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നു. ബർഗുണ്ടി പ്രഭുവും ഫ്രാൻസിലെ രാജാവും. ലിയർ രാജാവ് അവരെ അടുത്ത് വിളിച്ച് പറഞ്ഞു, കുലീനരായ പ്രഭുക്കളെ, എൻ്റെ മകൾ കൊർഡീലിയയ്ക്ക് വിവാഹത്തിന് സ്ത്രീധനം ഒന്നും ഞാൻ കൊടുക്കുന്നതല്ല. കാരണം അവൾ എന്നെ ധിക്കരിച്ചിരിക്കുന്നു. സ്ത്രീധനമില്ലാതെ അവളെ വിവാഹം കഴിക്കാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ എനിക്കതിന് വിരോധമില്ല. കൊർഡീലിയയ്ക്ക് സ്ത്രീധനം കിട്ടില്ലെന്ന് കേട്ടയുടൻ ബർഗുണ്ടി പ്രഭു മൂടും തട്ടി സ്ഥലം വിട്ടു. അയാൾ അവളുടെ പണത്തെ മോഹിച്ചു വന്നതായിരുന്നു. പക്ഷേ ഫ്രാൻസിലെ രാജാവ് കൊർഡീലിയയ്ക്ക് സ്വത്ത് കിട്ടില്ലെന്ന് കേട്ടിട്ടും പിന്മാറിയില്ല. അദ്ദേഹം കൊർഡീലിയയോട് ചോദിച്ചു, എന്താണ് ഭവതിയുടെ പേരിൽ ചുമത്തപ്പെട്ട രാജദ്രോഹ കുറ്റം? എൻ്റെ കുറ്റം എനിക്ക് സത്യത്തെ വളച്ചൊടിക്കാൻ അറിയില്ലെന്നതാണ്. ദുഃഖത്തോടെ കൊർഡീലിയ പറഞ്ഞു. അത് കേട്ട് നല്ലവനായ രാജാവ് അവളെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് ആശ്ചര്യം തന്നെ. ഇന്നലെ വരെ ഭവതി ലിയർ രാജാവിൻ്റെ കണ്ണിലുണ്ണിയായിരുന്നുവല്ലോ. മുഖസ്തുതി പറയാൻ തയ്യാറാകാത്തതിനാൽ രാജകുമാരി കോപത്തിന് പാത്രമായി. പ്രിയ കൊർഡീലിയ, ഞാൻ നിന്നെ വിവാഹം ചെയ്യും. എനിക്ക് സ്ത്രീധനം ആവശ്യമില്ല. ഭവതിയുടെ സത്യസന്ധത ഭവതിയെ സമ്പന്നയാക്കുന്നു. പിന്നെ നിനക്ക് വേറെ സ്വത്ത് എന്തിന്? പൊന്നിൻകുടത്തിന് പൊട്ടിൻ്റെ ആവശ്യമില്ലല്ലോ. കൊർഡീലിയയുടെ ധീരതയും ആത്മാർത്ഥതയും ഫ്രാൻസ് രാജാവിൻ്റെ ആദരം പിടിച്ചുപറ്റി. നല്ലവളായ കൊർഡീലിയ ഫ്രാൻസിന് ഉത്തമ രാജ്ഞിയാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. താൻ കൊർഡീലിയയെ വിവാഹം ചെയ്യാൻ തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ലിയർ രാജാവിനോട് അദ്ദേഹം തൻ്റെ തീരുമാനം അറിയിച്ചു. ലിയർ രാജാവ് കൊർഡീലിയയെ ഫ്രഞ്ച് രാജാവിന് ഭാര്യയായി നൽകി. വിവാഹത്തിന് ആഘോഷമൊന്നും ഉണ്ടായില്ല. രാജാവ് കൊർഡീലിയയ്ക്ക് അവളുടെ ആഭരണങ്ങൾ പോലും കൊടുത്തുവിട്ടില്ല. കൊർഡീലിയ യാത്ര പറഞ്ഞിറങ്ങി. ചേച്ചിമാരോട് വിട ചോദിച്ചപ്പോൾ അവൾ കരഞ്ഞുപോയി. അച്ഛൻ്റെ ഭാവിയെപ്പറ്റി അവൾക്ക് ആശങ്കയും ഭയവും ഉണ്ടായിരുന്നു. അച്ഛനെ നന്നായി നോക്കണേ, കൊർഡീലിയ ചേച്ചിമാരോട് താഴ്മയോടെ അപേക്ഷിച്ചു. അത് നീ പറഞ്ഞിട്ട് വേണോ? ഞങ്ങൾക്കറിഞ്ഞുകൂടെ? ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ കോപത്തോടെ കൊർഡീലിയയോട് ചോദിച്ചു. കൊർഡീലിയ പിന്നെ ഒന്നും സംസാരിച്ചില്ല. അവൾ ഭർത്താവിൻ്റെ കൂടെ ഫ്രാൻസിലേക്ക് പോയി.
ലിയർ രാജാവിനോട് കെന്റ് പ്രഭുവിനെ പോലെ ആത്മാർത്ഥതയുള്ള മറ്റൊരു സ്നേഹിതനായിരുന്നു ഗ്ലൗസെസ്റ്റർ പ്രഭു. അദ്ദേഹത്തെയും രാജാവ് ആട്ടിയോടിച്ചു. രാജാവ് ഗോണറിലിനോടൊപ്പം താമസിക്കാൻ പുറപ്പെട്ടു. ആദ്യത്തെ 2 മാസം ആ മൂത്ത മകളായ ഗോണറിലിൻ്റെ കൂടെ കഴിയാനായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിലാഷം. പക്ഷേ ലിയർ രാജാവിൻ്റെ ആ ആഗ്രഹം നടന്നില്ല. ഗോണറിൽ അച്ഛനെ വിമർശിച്ചു. അച്ഛൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്ന വാർത്ത കേട്ടപ്പോൾ റീഗണോട് ഗോണറിൽ പറഞ്ഞു, തന്തയ്ക്ക് വയസ്സായതോടെ ഒരു ബോധവുമില്ല. കൊർഡീലിയ അങ്ങേരുടെ പുന്നാര മോളായിരുന്നു. അവളെയായിരുന്നു ഇത്രയും കാലം നമ്മളെക്കാൾ അധികം ഇഷ്ടം. എന്നിട്ടിപ്പോൾ അവളോട് കാട്ടിയത് നമ്മൾ കണ്ടില്ലേ. പുള്ളിക്കാരൻ ഇനി പല വിഡിത്തങ്ങളും ചെയ്യും. അതിനൊക്കെ നാം കടിഞ്ഞാണിടണം. റീഗൺ ചേച്ചിയുടെ അഭിപ്രായത്തോട് യോജിച്ചു. അവൾ പറഞ്ഞു, അദ്ദേഹം കുഴപ്പമെന്തെങ്കിലും ഉണ്ടാക്കിയാൽ എന്നെ അറിയിക്കണം. അങ്ങേർക്ക് പണ്ടും ബോധമില്ല. ഇപ്പോൾ വയസ്സായതോടെ തോന്നിയാസം കുറേ കൂടിയിട്ടുണ്ട്. റീഗൺ ചേച്ചിയോട് യാത്ര പറഞ്ഞിറങ്ങി. ലിയർ രാജാവ് ഗോണറിലിൻ്റെ കൊട്ടാരത്തിലെത്തി. ഗോണറിൽ അദ്ദേഹത്തെ നല്ല മനസ്സോടെയല്ല സ്വീകരിച്ചത്. അവളുടെ പെരുമാറ്റങ്ങളിൽ സ്നേഹരാഹിത്യത്തിൻ്റെ നിഴലാട്ടങ്ങൾ പ്രത്യക്ഷമായിരുന്നു. അധ്യായം 5. അത്യാഗ്രഹിയായ എഡ്മണ്ട്. ലിയർ രാജാവിൻ്റെ വിശ്വസ്ത സുഹൃത്തായിരുന്നല്ലോ ഗ്ലൗസെസ്റ്റർ പ്രഭു. രാജാവിൻ്റെ ഉത്തമ സേവകനായിരുന്ന അദ്ദേഹം ബ്രിട്ടനിൽ തന്നെയാണ് നാടുവാണിരുന്നത്. 2 മക്കളുണ്ട് അദ്ദേഹത്തിന്, എഡ്ഗാറും എഡ്മണ്ടും. എഡ്ഗാർ ശരിക്കും ഗ്ലൗസെസ്റ്റർ പ്രഭുവിൻ്റെ മകനാണ്. എന്നാൽ എഡ്മണ്ട് പ്രഭുവിന് ശരിക്കുള്ള ഭാര്യയിൽ ജനിച്ച മകനല്ല, ഒരവിഹിത ബന്ധത്തിൽ പിറന്നവനാണ്. എഡ്ഗാർ സൗമ്യനും കാരുണ്യവാനുമാണ്. പക്ഷേ നല്ലൊരു യോദ്ധാവും കഴിവുള്ള ഭരണാധികാരിയുമാണ് താനെന്ന കാര്യം പിതാവിന് ബോധ്യപ്പെടുത്താൻ എഡ്ഗാറിന് കഴിഞ്ഞില്ല. അതിനാൽ ഗ്ലൗസെസ്റ്റർ പ്രഭു തൻ്റെ ഭരണാധികാരം എഡ്ഗാറിനെ ഏൽപ്പിക്കാൻ ഒരിക്കലും സന്നദ്ധനായില്ല. എഡ്മണ്ട് തൻ്റെ ശക്തിക്കുള്ള മകനായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പ്രഭു പലപ്പോഴും ആഗ്രഹിക്കാറുണ്ടായിരുന്നു. എന്നാൽ എഡ്മണ്ട് കൗശലക്കാരനാണ്, അധികാരമോഹിയുമാണ്. ഭരണാധികാരം കൈക്കലാക്കി പ്രശസ്തി നേടണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അവൻ തൻ്റെ അച്ഛൻ്റെ ശരിക്കുള്ള മകനാകാതിരുന്നത് അവൻ്റെ കുറ്റമല്ലല്ലോ. ഒരുവൻ്റെ ജനനത്തിൻ്റെ പേരിൽ അവൻ എന്തിന് ശിക്ഷിക്കപ്പെടണം? എഡ്മണ്ട് തന്നെത്താൻ ചോദിക്കാറുള്ള ചോദ്യമാണത്. അവൻ ചേട്ടൻ എഡ്ഗാറിനെ വെറുത്തു. ചേട്ടനെ അച്ഛനിൽ നിന്നും അകറ്റാനുള്ള മാർഗങ്ങൾ അവൻ തല പുകഞ്ഞ് ആലോചിച്ചു നടന്നു. ഒരു ദിവസം എഡ്മണ്ട് ഗ്ലൗസെസ്റ്റർ പ്രഭുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എഡ്ഗാർ മന്ത്രവാദവും അവൻ എന്നെ കൊല്ലാനാണ് പ്ലാൻ ചെയ്യുന്നത്. ലിയർ രാജാവ്. കഥ തുടരും.